ഹായ്, എൻ്റെ പേര് ആഷിഫ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ട്രിപ്പിൾ അക്കാഡമിക് ഹെഡാണ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്ന CBSE സ്റ്റുഡൻസിന് ഉള്ള ട്രിപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന, പ്രത്യേകിച്ച് +2 സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ട്യൂഷനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ട്രിപ്പിൾ സ്റ്റേറ്റ് സിലബസിന് വേണ്ടിയിട്ടുള്ള, കേരള സ്റ്റേറ്റ് സിലബസിന് വേണ്ടിയിട്ടുള്ള +1നും +2നൊക്കെ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കൊമേഴ്സിലെ ലീഡിംഗ് പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CA, CMA, CS, ACCA, CMA US പോലത്തെ കോഴ്സുകൾക്കും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് ട്രിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പിൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്, CBSE സ്റ്റുഡൻസിനും കൂടെ നമ്മൾ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ട്യൂഷനിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, ഏതൊക്കെ സബ്ജക്റ്റുകൾക്കായിരിക്കും ട്യൂഷൻസ് കിട്ടുന്നുണ്ടാവുക, ആരൊക്കെയാണ് അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക എന്നൊക്കെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത് +2 CBSEയിലെ +2 കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എക്സ്ക്ലൂസീവായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോസാണ്, ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകളായിരിക്കും എന്തുണ്ടാവുക, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗോദ തന്നെയാണ്, CBSE ഗോദ എന്നാണ് ഈ ഒരു ബാച്ചിൻ്റെ പേര്. CBSE ഗോദ എന്നായിരിക്കും ഈ ഒരു ബാച്ചിൻ്റെ പേരുണ്ടാവുക. ഈ ക്ലാസ് എക്സ്ക്ലൂസീവ്ലി ഫോർ CBSE സ്റ്റുഡൻസ് ആണ്. സബ്ജക്റ്റുകൾ നമ്മൾ തുടക്കത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് എന്നീ സബ്ജക്റ്റുകൾക്കായിരിക്കും ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഏതൊക്കെ സബ്ജക്റ്റുകളാണ്? അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇത് CBSEക്ക് എക്സ്ക്ലൂസീവ് തന്നെയായിരിക്കും, സെപ്പറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അല്ലാതെ നമ്മൾ എന്തല്ല സ്റ്റേറ്റ് സിലബസിൻ്റെ പ്രൊവൈഡ് ചെയ്ത വീഡിയോസ് ഒന്നും എടുക്കുക, അങ്ങനെയല്ല. ഇതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? നമ്മുടെ ട്രിപ്പിൾ +2 കൊമേഴ്സ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റീസ്, നമ്മുടെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അക്കൗണ്ടൻസി ആണെങ്കിൽ ബിൻസി മിസ് ഉണ്ടാവും, ശ്രുതി മിസ് ഉണ്ടാവും. ബിസിനസ് സ്റ്റഡീസ് റൈച്ല മിസ്സും അനസ്യ മിസ്സും ഉണ്ടാവും. എക്കണോമിക്സ് മരിയ മിസ്സും വിഷ്ണു സാറും ആയിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ 2025-26 +2 പഠിക്കുന്ന CBSE സ്റ്റുഡൻസിന് റെക്കോർഡഡ് ക്ലാസ് ആയിട്ടായിരിക്കും നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള കോൺസെപ്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സുകളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിൻ്റെ ആക്സസ് ട്രിപ്പിൾ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ട്രിപ്പിൾ ആപ്പ് വഴി വളരെ സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ MCQ ബേസ്ഡ് എക്സാംസും നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നടത്തുന്നുണ്ടാവും. പിന്നെ ഓരോ ക്ലാസ് കഴിഞ്ഞാലും ഫാക്കൽറ്റി നോട്ട്സ് PDF ആയിട്ട് നമ്മുടെ ക്ലാസ്സസ് എവിടെ ഉണ്ടാവും? ട്രിപ്പിൾ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർഷങ്ങളായിട്ട് അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സുപരിചിതമായ നമ്മുടെ യൂട്യൂബിലൊക്കെ ക്ലാസ് എടുക്കുന്ന, യൂട്യൂബ് വഴിയൊക്കെ നിങ്ങൾക്ക് എക്സാം റിവിഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ HS സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് എടുക്കുന്ന അതേ ആളുകൾ തന്നെയായിരിക്കും എവിടെയും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ദെൻ നമുക്ക് എക്സ്ട്രാ കോഴ്സ് കോർഡിനേറ്റേഴ്സും നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള CBSEക്കായിട്ട് തന്നെ കോഴ്സ് കോർഡിനേറ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ക്ലാസ്സിൻ്റെ ഫോർമാറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ റെക്കോർഡഡ് വീഡിയോസ് ആണ്. ചെറിയ വീഡിയോസ് ആയിട്ട്, ഷോർട്ട് വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആക്കുന്നുണ്ടാവുക. 5 to 20 ഇൻ ബിറ്റ്വീൻ 5 to 20 മിനിറ്റ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെയുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ചില കേസുകളിൽ മാത്രമായിരിക്കും അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആവുക. കാരണം ഇപ്പോൾ അക്കൗണ്ടൻസി ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ 20 മിനിറ്റ്സിൽ അപ്പുറം വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത്തരം കേസുകളിൽ മാത്രമായിരിക്കും 20 മിനിറ്റ്സിൽ എക്സീഡ് ചെയ്യുന്നുണ്ടാവുക. ട്രിപ്പിൾ ആപ്പ് വഴി ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സസ് ഉണ്ടാവുക. നിങ്ങളുടെ +2 പഠിക്കാനുള്ള സമയവും കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെ ഉള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അത് ഓരോ ദിവസവും എന്തൊക്കെ ഇത് കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഷെഡ്യൂളും റെക്കോർഡിംഗ് വീഡിയോസ് ഏതൊക്കെയാണ് കാണേണ്ടത് എന്നുള്ളതും ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ റെക്കോർഡിങ്സ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വൈസ്, ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എക്സാം ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ എക്സാംസ് നടത്തുന്നുണ്ടാവും. MCQ ബേസ്ഡ് എക്സാംസ് ആയിരിക്കും നമ്മൾ നടത്തുന്നുണ്ടാവുക. അതിൻ്റെ വാല്യുവേഷൻ ട്രിപ്പിൾ ആപ്പ് വഴി തന്നെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് മാർക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ദെൻ
മെറ്റീരിയൽസിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റി നോട്ട്സ്, അവർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വളരെ അധികം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ട്സ് ആയിരിക്കും. അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ സപ്പോർട്ട് കോഴ്സ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതർ ദാൻ ഫാക്കൽറ്റി, അതർ ദാൻ ക്ലാസ്സസ് നിങ്ങൾക്ക് കോഴ്സ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, അവരുടെ അക്കാഡമിക് ഹെൽപ്പ് ഉണ്ടാവും. ആപ്പ് യൂസേജിൻ്റെ ഗൈഡൻസ്, അതെന്തെങ്കിലും ടെക്നിക്കൽ ഗൈഡൻസ് ഒക്കെ തരാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആളുകൾ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. സോ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്, ഈ ഒരു കോഴ്സിൻ്റെ ഫീ 4,999 ആണ്. സോ ഫുൾ ആക്സസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഷെഡ്യൂൾ പ്രകാരം തന്നെ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, അപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്, CBSE സ്റ്റുഡൻസിനും കൂടെ പരിഗണിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരുപാട് CBSE സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കും കൂടെ ട്യൂഷൻസ് വേണം എന്നുള്ളത്. അപ്പോൾ അവർ അത് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഈ വർഷം തന്നെ 2025-26 തന്നെ നമ്മൾ CBSE സ്റ്റുഡൻസിനും അവർക്ക് എക്സാം നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, അവർക്ക് പ്രത്യേകം വീഡിയോസുമായിട്ട് തന്നെ നമ്മൾ വരികയാണ്. അപ്പോൾ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.